അപ്പോൾ എങ്ങനെയാണ് മിസ്റ്റർ ഉണ്ണിയുടെ ഒരു ജോയിൻ? ഞാൻ പഴനിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ പഴനിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എനിക്ക് കാരണം പാലക്കാട് എൻ്റെ സ്ഥലം കൂടെ ആയതുകൊണ്ട് പഴനിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു അന്ന് കാലത്ത്. ഇന്നും ഞാൻ പോകുന്നുള്ളൊരു സ്ഥലമാണ്. പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴാണ് രാംജി വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, വൈ ഡോണ്ട് യു ജോയിൻ ഹിയർ വിത്ത് മീ, ഇനി വേറൊന്നും വേറെ ജോലിയൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം ഇതൊരു ദൈവ ഇത് കൂടെയാണ്, സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരാൾ വിളിക്കുക, അത് നല്ല ക്ലോസ് അറിയുന്ന ഒരാൾ. ഉണ്ണീനെ വളരെ വിശ്വാസമുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് പഴനിയാണ്. ഉണ്ണീന് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ആദ്യം പഴനിയാണ് പോകുന്നത്. ഒരു പക്ഷേ ആ പഴനിയിൽ വെച്ച് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന കോള് തന്നെ കറക്റ്റാണ്. അപ്പോൾ തന്നെ ഞാൻ രാംജിയോട് പറഞ്ഞത് തന്നെയാണ്, ഞാൻ പഴനി ഇറങ്ങി വരുമ്പോഴാണ് ഫോൺ വരുന്നത്, രാംജിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ വേറെ ഒന്നും ഇനി ഡിസൈഡ് ചെയ്യുന്നില്ല, ഞാൻ അവിടെ വരും, കാണാൻ നമുക്ക് സംസാരിക്കാം, എന്നിട്ട് ഫർദർ എന്താ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങോട്ട് വരുന്നത്. അതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഫുൾ ടൈം ആയിട്ട് ഇങ്ങോട്ട് വരണമെന്നും. അങ്ങനെയാണ് സൗവർണികയുടെ പാർട്ടായിട്ട് മാറുന്നത്. അതെ, സൗവർണിക ഫാമിലിയുടെ ഒരു പാർട്ടാവുന്നതും ബിസിനസിന്റെ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആണ്. ഉണ്ണി വരുന്ന സമയം നമ്മൾ ചെയ്യുന്ന ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റോ 2 പ്രോജക്റ്റ് മാത്രമായിരുന്നു. കേരളത്തിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അന്ന്. ഒരു പ്രോജക്റ്റ് മാത്രമേ കേരളത്തിൽ അന്നുള്ളൂ. കോയമ്പത്തൂരിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. അന്നാണ് ഞാൻ ഉണ്ണിയെ കൊണ്ടുവരുന്നത്. ബട്ട് എനിക്ക് ഓടാൻ പറ്റില്ല. ബട്ട് നമുക്ക് വിഷൻ ഉണ്ട്, അതായത് വലുതാക്കണമെന്ന് നമ്മൾ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഉണ്ണി വരുമ്പോൾ ഞാനിതാ പറയുന്നത്, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടായുള്ളതെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ കമ്പനി വലുതല്ല, നമ്മുടെ കമ്പനിയിൽ ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടാണ്, ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഉണ്ണി പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണി വന്നിട്ട് കഴിഞ്ഞ മൂന്നര വർഷമായോ? ഇപ്പം 3.5 വർഷം 4 വർഷം ആവാൻ പോവാണ്. ഈ 4 വർഷത്തിൽ നമ്മൾ 4 ഇരട്ടിയാണ് നമ്മൾ ഗ്രോത്ത് വരുന്നത്. 20-25 കോടി മുതൽ നമ്മൾ 100 കോടി ടേൺ ഓവർ കൊണ്ടുവരുന്നതും ഉണ്ണീൻ്റെ ഒരു വലിയൊരു ഘട്ടമുണ്ട് അതിൽ. മിസ്റ്റർ കാർത്തികേയൻ ഉണ്ണിക്ക് വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് അതിഥിയായിട്ട് വന്നതിൽ, കാരണം വളരെ ഒരുപാട് സെഗ്മെൻറ്റുകളായിട്ടാണ് ഈ പ്രോഗ്രാം പോകുന്നത്. മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുവാനും ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും മേജർ റോൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെ നന്ദി. നമ്മുടെ പോളിസികൾ, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, എസ്പെഷ്യലി ഇന്നത്തെ യുവാക്കൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് താങ്കളുടെ വാക്കുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ്, ചെയ്യുന്ന ജോലി അത് 100% സിൻസിയറിറ്റി ആയിരിക്കാം ചെയ്യണത്. അവിടെയാണ് മനുഷ്യന് വിജയിക്കാൻ കഴിയുള്ളൂ. ഈ വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജ് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ ശ്രീനിവാസൻ സുബ്രഹ്മണ്യം, മൂത്ത ജ്യേഷ്ഠനും കമ്പനിയുടെ ഒരു പാർട്ണർ ഡയറക്ടറാണ്. വൺ ഓഫ് ദി ഡയറക്ടേഴ്സാണ്. ചേട്ടൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? കാരണം ഈ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വൈഫിൻ്റെ കൂടെ ചേട്ടനും ചേർന്നിട്ടാണ് പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം മുതലേ ചേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ് കമ്പനിയിലുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അതേ കമ്പനിയുടെ 2 പാർട്ട്നേഴ്സിന് തന്നെ ഡയറക്റ്റായിട്ട് മാറ്റി. അപ്പോൾ ഇന്നിരിക്കുന്ന ഡയറക്ടേഴ്സും ചേട്ടനും വൈഫുമാണ് അതിൽ ഓടിക്കുന്നത്. മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ജ്യേഷ്ഠനാണ്. തീർച്ചയായും ജ്യേഷ്ഠനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ശരിക്കും രാംജി സുബ്രഹ്മണ്യത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീനിവാസൻ സുബ്രഹ്മണ്യം ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. ഓരോ വിജയത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ നോക്കി കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് സഹോദര ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ചാണ്. ആ ബന്ധത്തെ ബിസിനസ് രംഗത്തും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതൊരു ബിസിനസ് രംഗത്ത് വരുമ്പോഴും സാഹോദര്യത്തിൻ്റെ ആ മൂല്യം നമുക്ക് ദർശിക്കാൻ കഴിയും. അവിടെയും നമുക്ക് വിജയത്തെ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് മിസ്റ്റർ ശ്രീനിവാസൻ സുബ്രഹ്മണ്യം ഈ ബാംഗ്ലൂർ നഗരത്തിലേക്ക് വരുന്നത്? 2000 ജോയിൻ ചെയ്യാണ്. ബ്രദർ ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യണു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാറ്ററിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറെ പഴയ വർക്കിൽ തന്നെ കുറച്ച് നേരം പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണമെന്നുള്ള പ്ലാൻ ബ്രദറിൻ്റെ ഉണ്ടായതുകൊണ്ട് ചെറുതായിട്ട് 1-2 വീടുകൾ ചെയ്തു. പിന്നെ അത് മറിച്ച് വിറ്റു. പിന്നെ അതിൽ നിന്ന് ഒരു 4 വീട് വെച്ചു. പിന്നെ അതിൽ നിന്ന് ഒരു 20 വീടായി, പിന്നെ 30 വീടായി, 40 വീടായി, 50 വീടായി. ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ഫൗണ്ടറാണ്. സൗവർണികയുടെ മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യം എൻട്രി ചെയ്യുന്നതിന് മുമ്പ് എൻട്രി ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ആക്ച്വലി ഓപ്പറേഷൻസ് ആണ് കൂടുതലും സൗവർണികയുടെ. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, സൈറ്റിലെ ആക്ടിവിറ്റീസ്. 4 സൈറ്റിലും ട്രിവാൻഡ്രത്തും
കോയമ്പത്തൂരും എല്ലാ സൈറ്റ് ആക്ടിവിറ്റീസ്, ഓഫീസ് ആക്ടിവിറ്റീസ്, എല്ലാവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർ ചെയ്യുന്ന കാര്യങ്ങളെന്നത്. അത് ശരിക്കും ഒരു മുതൽക്കൂട്ടാണ് സൗവർണികയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയും കൂടിയാണ്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായ സൗവർണികയുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ആ ലോഗോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മീനിങ്ങിലേക്ക് വരുന്നത്? ഈ സൗവർണികൻ്റെ ലോഗോ ആദ്യം ഉണ്ടായിരുന്നത് നോർമലി ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു ആദ്യത്തെ ഒരു 4-5 വർഷം. പിന്നെ ഞങ്ങളത് റിയലിസ്റ്റിക്, ഞാൻ ഫുൾ ടൈം വന്നതിൻ്റെ അപ്പുറം, ഉണ്ണിയും വന്നതിൻ്റെ അപ്പുറം നമ്മൾ കമ്പനീനെ വലുതാക്കാനുള്ള തീരുമാനത്തിലൂടെ ഇറങ്ങിയതിൻ്റെ അപ്പുറമാണ് നമ്മൾ ഈ ലോഗോ ചേഞ്ച് വരുന്നത്, ബ്രാൻഡ് ഇമേജ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഓടുന്നത്. അപ്പോൾ നമ്മൾ കുറേ അനലൈസ് ചെയ്തു. നോർമലി ഈ ഇങ്ങനത്തെ ഒരു ലോഗോ കാണുന്നത് ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പിലാണ് കാണുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മാനുഫാക്ചറിങ് ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ മാനുഫാക്ചറിങ് ഓഫ് വീടുകളാണ് ചെയ്യുന്നത്. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ. മാനുഫാക്ചറിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഓരോ പ്രോസസ്സ് ബൈ പ്രോസസ്സ് എങ്ങനെ പോകുന്നോ അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ടൈംലി ഡെലിവറിയാണ് നമ്മുടെ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. പ്ലസ് ക്വാളിറ്റിയും എല്ലാം ചേർന്ന് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടം തുടങ്ങി, അതിൻ്റെ ഘട്ടം കഴിഞ്ഞ് അതിൻ്റെ ഘട്ടം തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊരു ഗിയറാണ്. നമ്മളൊരു ഗിയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഒരു ഗിയർ, ഒരു വീൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ എല്ലാ വീലുകളും ചേർന്ന് വർക്ക് ചെയ്താലേ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ പീപ്പിൾ എന്ന് പറഞ്ഞ നമ്മളെ ആൾക്കാർ എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം, ഒരേ സാഹചര്യത്തിൽ തന്നെ വർക്ക് ചെയ്യണം. ഒരാൾ തീരുമ്പോൾ അടുത്ത ആൾ തുടങ്ങുന്നു, അടുത്ത ആൾ തീരുമ്പോൾ അടുത്ത ആൾ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ കമ്പനി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു, അപ്പോൾ നമ്മൾ എക്സ്കവേഷൻ കഴിയുന്നു, ഉടനെ കോളംസ് ഇടുന്നു, സ്റ്റീൽ വരണം, അപ്പോൾ പർച്ചേസ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. പിന്നെ അടുത്ത പ്ലാനിങ് നമ്മൾ അതിൻ്റെ അടുത്ത്. അപ്പോൾ അതേപോലെ നമ്മൾ ഫിനിഷിങ്ങിലോട്ട് വരുമ്പോഴും നമ്മൾ ബ്ലോക്ക് വർക്ക് കഴിയുന്നു, ടൈലിംഗ് വരുന്നു, പെയിൻറ്റിങ് വരുന്നു. അപ്പോൾ പാരലലിയാണ്. അപ്പോൾ നമ്മൾ ആ സീക്വൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും നമുക്ക് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. കോൺക്രീറ്റ് സ്ട്രക്ചർ മാത്രമല്ല, റോൾ മോഡലുമാണ്. എല്ലാവർക്കും ഒരു റോൾ മോഡലുമാണ് സൗവർണികയിലെ എല്ലാ മെമ്പേഴ്സും. ശരിയാണ്. ഒരുപാട് വിജയങ്ങൾ ആശംസിക്കുന്നു, ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവാക്കിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. സൗവർണിക പ്രോജക്റ്റിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച ഒരു കോൺക്രീറ്റ് പോലെ അത് മനസ്സിലാണ് ആ ധൈര്യത്തെ നിലനിർത്തിക്കൊണ്ട് യാത്ര തുടരുകയാണ് സൗവർണികയുടെ സാരഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ വിജയത്തിലേക്ക്. തീർച്ചയായും ഇത് വാക്കുകളിൽ കൊണ്ട് മാത്രം തീരുന്നതല്ല, പ്രവൃത്തികളിലാണ്. ഓരോ വാക്കും പ്രവൃത്തിയോട് തന്നെ തുല്യമാക്കി കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇവിടുത്തെ വിജയം. ഈ വിജയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. അതുവരെയും